ദ ഷെപ്പേഴ്സ് ഹാർപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യെശയ്യാപ്രവചനം 35-ാം അധ്യായം 4-ാം വാക്യം. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു എന്ന് പറയുവീൻ. ഭയപ്പെടേണ്ട എന്ന് തിരുവചനത്തിലെ 71-ാമത് തവണ നാം കാണുന്നത് യെശയ്യാപ്രവചനം 35-ാം അധ്യായത്തിലാണ്. ഇവിടെ നാം കാണുന്നത് മനസ്സിന് ഭീതിയോടെ ഭയത്തോടെ ആയിരിക്കുന്ന ജനത്തോട് നിന്റെ ദൈവം നിന്റെ പ്രയാസത്തിൻ്റെ മധ്യേ നിന്നെ സഹായിപ്പാനായി കടന്നു വരുന്നു എന്ന് പറയുക എന്നാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഏറ്റവും വലിയ വിഷമം പ്രയാസമുള്ള ഒരു കാര്യമാണ് മനോവ്യസനം എന്ന് പറയുന്നത്. മറ്റേത് രോഗത്തിനും നമുക്ക് ചികിത്സയുണ്ട്, മരുന്നുണ്ട്. പക്ഷെ മനസ്സിൻ്റെ ഭാരം, മനസ്സിൻ്റെ ഭീതി അകറ്റുവാൻ മരുന്ന് ഒന്നും ലഭ്യമല്ല. ദൈവകൃപ, ദൈവീയ ആശ്വാസം മാത്രമേ മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം നൽകുവാൻ കഴിയുള്ളൂ. വിശുദ്ധ തിരുവെഴുത്തിലെ 1 ശമൂവേലിന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ ഹന്ന എന്ന സ്ത്രീയെ നാം കാണുന്നു. താൻ മനോവ്യസനത്തോടെ ദൈവസന്നിധിയിൽ പോയി, ആലയത്തിൽ പോയി താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അവളുടെ അധരം ചലിക്കാതെ ഉള്ളു ദൈവസന്നിധി പകർന്ന് പ്രാർത്ഥിച്ചപ്പോൾ പുരോഹിതന് സംശയമുണ്ടായി. അവളോട് ചോദിക്കുന്നു, നീ മദ്യം വല്ലതും കഴിച്ചിട്ടുണ്ടോ? നീ ലഹരി പിടിച്ചിരിക്കുകയാണോ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ? അപ്പോൾ താൻ പറയുന്നു, അല്ല, ഞാൻ മനോവ്യസനത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനോവ്യസനത്തോടെ ദൈവസന്നിധി വന്ന് പ്രാർത്ഥിച്ച ഹന്നയുടെ പ്രാർത്ഥന കേട്ട് ദൈവം തനിക്ക് ഒരു പൈതലിനെ കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അവർ കാണുന്നത് തന്നെ അസഹ്യപ്പെടുത്തിയ പെനിന എന്ന പ്രതിയോഗി തൻ്റെ ഭവനത്തിലുള്ളത് കൊണ്ട് അതിനൊരു നീക്കുപോക്ക് നൽകുവാൻ വേണ്ടിയാണ് അവളൊന്ന് പ്രാർത്ഥിച്ചത്. ഇവിടെ വചനത്തിൽ നമ്മൾ വായിച്ചു, മനോഭീതിയുള്ളവരെ ധൈര്യപ്പെടുത്തുകയും ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന് പ്രതിഫലവും വരുന്നു. ഇവിടെ ദൈവത്തിൻ്റെ പ്രതിഫലം, തന്നെ വ്യസനപ്പെടുത്തിയ പെനിന എന്ന പ്രതിയോഗിയോടുള്ള ദൈവത്തിൻ്റെ പ്രതികാരം, അല്ലെങ്കിൽ ഹന്നയ്ക്കുള്ള ദൈവത്തിൻ്റെ പ്രതിഫലം എന്ന് വെച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം മറുപടിയായി ശമൂവേൽ ബാലനെ ദൈവം കൊടുക്കുന്നു. പിന്നത്തേത് ഇസ്രായേലിൽ അറിയപ്പെട്ട ന്യായാധിപനായി പ്രവാചകനായി തീർന്ന ശമൂവേൽ ഏറ്റവും പ്രസിദ്ധനായി തീർന്നു. അങ്ങനെയുള്ള ഒരു വരം ലഭിപ്പാൻ തൻ്റെ മനോവ്യസനം ദൈവം തനിക്ക് അനുഗ്രഹമാക്കി തീർത്തു. അതുപോലെ നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അർത്ഥകശ്രേഷ്ഠ രാജാവ് നെഹമ്യാവിന്റെ മുഖം പാടിയിരിക്കുന്നത് കണ്ടിട്ട് ചെന്ന് ചോദിക്കുന്നു, നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഇത് മനോദുഃഖമല്ലാതെ ഒന്നുമല്ല. ഇസ്രായേലിനെ പറ്റി മതിലൊക്കെ ഇടിഞ്ഞു കിടക്കുന്നു, ആലയത്തിന്റെ നാമാവിശേഷമായി കിടക്കുന്ന അവസ്ഥയൊക്കെ കണ്ടിട്ട് നെഹമ്യാവിന്റെ മനസ്സിന്റെ ഭയം, ഭീതി, പ്രയാസം അത് മുഖത്ത് തിരിച്ചറിയാനിടയായിത്തീർന്നു. അത് വായിച്ച രാജാവ് തന്നോട് പറയുകയാണ്, ഇത് മറ്റസുഖമൊന്നുമല്ല, നിനക്ക് മനോഭീതിയും നിന്റെ മനോവ്യസനമാണ് നിന്റെ മുഖത്ത് തെളിയുന്നത്. അതുകൊണ്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? മനോവ്യസനത്തോട് പ്രാർത്ഥിച്ച നെഹമ്യാവിന്റെ അടുക്കലേക്ക് ജാതീയനായ ഒരു രാജാവിനെ തന്നെ അയച്ച് തൻ്റെ ആവശ്യങ്ങൾക്ക്, തൻ്റെ അവസ്ഥകൾക്ക് വിടുതൽ നൽകി തന്നെ പണിക്കായി അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ ദൈവത്തിലെ, ഇന്ന് നീ മനോഭാരത്തോടെയാണ് ആയിരിക്കുന്നുവെങ്കിൽ ഈ കേൾക്കപ്പെട്ട വചനത്തുമ്പായി ഹന്നായിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, നെഹമ്യാവിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായ ദൈവമാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൈവം നമ്മെ സഹായിപ്പാൻ ഇന്ന് പകൽക്കാലം നമ്മുടെ അടുത്തുണ്ട്. അമ്മയെ ഇഷ്ടം നമ്മുടെ കൂടെയുണ്ട്. നമ്മെ വിടുവിപ്പാൻ അവൻ സർവശക്തനാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, നന്ദിയോടങ്ങെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മനോഭീതിയോടെ, മനോഭാരത്തോടെ ദൈവസന്നിധി നിലവിളിക്കുന്ന നിന്റെ ജനത്തിന്റെ അവസ്ഥകളെ മനസ്സിലാക്കി കർത്താവേ, ഈ ദിവസങ്ങളിലെ ആവശ്യങ്ങൾ മധ്യ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മഹത്വം കർത്താവ് എടുത്താട്ട് യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.